തൃശൂർ പൂരം കലകല്ല് വീഴ്ചയിൽ ADGP MR അജിത്കുമാർ സുരക്ഷിതനായേക്കും. നടപടി താക്കീതിലൊതുക്കാനാണ് ഇപ്പോഴുള്ള നീക്കം. കടുത്ത നടപടി ഒഴിവാക്കാമെന്ന് DGP റാവണ ചന്ദ്രശേഖരന്റെ പുതിയ റിപ്പോർട്ടിലുണ്ട്. സസ്പെൻഷനടക്കം ശുപാർശ ചെയ്ത മുൻ DGPയുടെ റിപ്പോർട്ട് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് റാവണ തിരുത്തിയത്. MR അജിത്കുമാറിനെ രക്ഷിച്ചെടുക്കാനുള്ള സർക്കാർ തന്ത്രം വിജയകരമായ ക്ലൈമാക്സിലേക്കും ഇപ്പോൾ നീങ്ങുകയാണ്. സർക്കാരിന്റെ മനസ്സ് കണ്ടറിഞ്ഞ് നിലവിലെ DGP റിപ്പോർട്ട് നൽകിയതോടെയാണ് തൃശൂർ പൂരം കലകല്ല് വീഴ്ചയിൽ അജിത്തിന്റെ രക്ഷാകരം തെളിഞ്ഞതും. മുൻ DGP ദർവേഷ് സാഹിബിന്റെ അന്വേഷണത്തിൽ അജിത്കുമാറിന്റെ ഗുരുതര വീഴ്ച സ്ഥിരീകരിച്ചിരുന്നു. മന്ത്രിയുടെ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ ADGP ഉറങ്ങിയെന്നായിരുന്നു റിപ്പോർട്ടിലുള്ളത്. സസ്പെൻഷൻ വരെ നീളുന്ന കടുത്ത നടപടിയും ശുപാർശ ചെയ്തിരുന്നു. ഇതനുസരിച്ച് നടപടിയെടുക്കേണ്ട സർക്കാർ അസാധാരണ നീക്കത്തിലൂടെ ഫയൽ പുതിയ പോലീസ് മേധാവിയായ റാവണ ചന്ദ്രശേഖരന് തിരിച്ചു നൽകുകയായിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച റാവണ തന്റെ നിർദ്ദേശം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് വീണ്ടും സർക്കാരിന് കൈമാറി. കൃത്യനിർവഹണത്തിൽ വീഴ്ചയെന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടിലുമുള്ളത്. എന്നാൽ അജിത്തിനെ നിലവിൽ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നാണ് ശുപാർശ. അതിനാൽ താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ആലോചനയും. അതോടെ കോളിളക്കം സൃഷ്ടിച്ച തൃശൂർ പൂരം കലക്കലിൽ വലിയ പരുക്കില്ലാതെ അജിത് കുമാർ രക്ഷപ്പെട്ടേക്കും. എന്നാൽ ADGP MR അജിത്കുമാറിനായി വീണ്ടും സർക്കാർ കരങ്ങൾ ഒരുങ്ങുകയായിരുന്നു. അജിത് കുമാറിനെതിരെ മുൻ DGP നൽകിയ അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ തിരിച്ചയച്ചിരുന്നു. 2 റിപ്പോർട്ടുകളും അജിത് കുമാറിനെതിരെയും ആയിരുന്നു. ഇത് അസാധാരണമായ നീക്കം എന്ന് തന്നെയായിരുന്നു പോലീസിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെ വിലയിരുത്തിയിരുന്നതും. സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷേഖ് ദർവേഷ് സാഹിബ് അയച്ച റിപ്പോർട്ടുകളായിരുന്നു തിരിച്ചയച്ചത്. അതിൽ ഒന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി ഷേഖ് ദർവേഷ് സാഹിബ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. രണ്ടാമത്തേത് P വിജയന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ശുപാർശ റിപ്പോർട്ട്. ഇത് രണ്ടുമാണ് നിലവിൽ സർക്കാർ ഇടപെട്ട് ആഭ്യന്തര വകുപ്പും മടക്കി അയച്ചിരിക്കുന്നത്. റാവണ ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയുമാണിപ്പോൾ. സീനിയറായ DGP നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നതും. അതേസമയം അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത്കുമാർ ഹൈക്കോടതിയിൽ അപ്പീലും നൽകിയിരുന്നു.